എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്നലെ എൻ്റെ അടുത്ത് വന്ന ഒരു കൗൺസിലിങ്ങിന് ഒരു കുട്ടി പറഞ്ഞ ഒരു വിഷയമാണ്. അതായത് ആളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പലപ്പോഴും സ്റ്റേജിൽ കയറാൻ, വളരെ നല്ലൊരു ഡാൻസറാണ്, പക്ഷെ സ്റ്റേജിൽ കയറാൻ ഭയമാണ്. സ്റ്റേജിൽ കയറുമ്പോൾ ആകെ കൂടി വിറയ്ക്കുന്നു, ടെൻഷൻ അടിക്കുന്നു, ഹൃദയത്തിൽ നിന്ന് നെഞ്ചിൽ നിന്നൊരു വേദന, അങ്ങനെയൊക്കെയുള്ളൊരു ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെയാണ് പലപ്പോഴും പറയുന്നത്. അപ്പോൾ ഈ സ്റ്റേജിൽ കയറുന്ന സമയത്ത് ഒട്ടുമിക്കവർക്കും ഉള്ളതാണല്ലേ ഒരു പേടി എന്ന് പറയുന്നത്, ഒരു കോൺഫിഡൻസിൻ്റെ ഒരു കുറവ്, അല്ലെങ്കിൽ ഒരു ഭയം, ഒരു വിറയൽ, സംസാരം അവിടെ പോയാൽ വരുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് സ്റ്റേജിൽ കയറുന്ന സമയത്ത് എങ്ങനെ നിൽക്കണമെന്നറിയില്ല, എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്നറിയില്ല എന്നതൊക്കെ. അപ്പോൾ ഒരു വേദിയിൽ നിൽക്കുന്ന സമയത്ത് എങ്ങനെയാണ് നിൽക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു സിമ്പിൾ വീഡിയോ ആണ് എൻ്റെ ഇന്നത്തേത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു വിഷയം പറയാം. അതായത് നമ്മളൊരു സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് ഭയം എന്ന് പറയുന്നത്, ഒരാളുടെ ഭയം എന്ന് പറയുന്നത് 30 സെക്കൻഡ്സ് മാത്രമേ അയാളുടെ ഉള്ളിൽ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് ആ 30 സെക്കൻഡ്സ് കഴിയുമ്പോൾ അയാളുടെ ഉള്ളിൽ നിന്ന് ആ ഭയം പോകും. പക്ഷെ നിൽക്കാനുള്ള ഒരു കോൺഫിഡൻസ് ആണ് അവിടെ വേണ്ടത് എന്ന് മാത്രം. അപ്പോൾ നമ്മളൊരു സ്റ്റേജിലേക്ക് കയറുമ്പോൾ നമുക്ക് പലപ്പോഴും കൺഫ്യൂഷൻസ് ഉണ്ടാവുന്ന ഒരു കാര്യമാണ് കൈ എങ്ങനെ വെക്കണം എന്നുള്ളത്, അല്ലേ? ഞാൻ 4 കാര്യമാണ് പറയുന്നത്. കൈ എങ്ങനെ വെക്കണം എന്നുള്ളത് വലിയൊരു കൺഫ്യൂഷനാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കൈയുടെ നടുവിലേക്ക് നമ്മുടെ കൈ വയ്ക്കുക, ഉള്ളം കൈയിലേക്ക് നമ്മൾ കൈ വയ്ക്കുക. ഇങ്ങനെ വളരെ അമർത്തിയൊന്നും പിടിക്കേണ്ട, വളരെ സോഫ്റ്റ് ആയിട്ട് പിടിക്കുക. ഈ സോഫ്റ്റ് ആയിട്ട് പിടിച്ചുകൊണ്ട് നമ്മൾ വേദിയെ അഭിമുഖീകരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ കൈ ഇങ്ങനെ വെക്കുന്ന സമയത്ത് നമുക്കൊരു കോൺഫിഡൻസ് വരും. ആ കോൺഫിഡൻസ് വരും. പിന്നെ വേറെ എവിടെയും നമ്മൾ കൈ വയ്ക്കുക, നമ്മൾ ഇങ്ങനെ കൈ വയ്ക്കുക, ഇങ്ങനെ കൈ വയ്ക്കുക, ഇങ്ങനെ തല ചൊറിയുക, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കാണികൾക്ക് വളരെയധികം, അല്ലെങ്കിൽ സദസ്സിന് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിഷയമാണ്. അപ്പം ഇങ്ങനെ കൈവയ്ക്കുന്ന സമയത്ത് കോൺഫിഡൻസും വരും, നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളും ഇല്ല. അപ്പം ഇങ്ങനെ നമുക്ക് സംസാരിക്കാം എന്നുള്ളതാണ് ഒരു കാര്യമെന്ന് പറയുന്നത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഐ കോണ്ടാക്റ്റ് ആണ്. ഐ കോണ്ടാക്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നത്. കാരണം നമ്മളൊരു വേദിയെ അഭിമുഖീകരിച്ച് സംസാരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ വേദിയെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണുകൾ എപ്പോഴും പലപ്പോഴും എല്ലായിടത്തും എത്തണം, അല്ലേ? എല്ലാ കാണികളിലേക്കും നമ്മുടെ കണ്ണുകളൊന്ന് ഓടിയെത്തണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു ക്ലാസ് മുറിയിൽ വെച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ടീച്ചർ ഒരു ഭാഗത്തോട്ട് മാത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടാവുമോ? ഇല്ല. ആ ടീച്ചർ നമ്മളെ സംബന്ധിച്ചിടത്തോളം ടീച്ചർ നമ്മളെ നോക്കിയില്ലെങ്കിൽ നമുക്ക് തോന്നും ആ ടീച്ചർക്ക് നമ്മളോട് വലിയ ശ്രദ്ധയൊന്നുമില്ല, അല്ലേ? അപ്പോൾ എല്ലാവരെയും ശ്രദ്ധിക്കുന്നതാണ് പലപ്പോഴും നമുക്കിഷ്ടം, അല്ലേ? നമ്മളെ ഒന്ന് നോക്കണമെന്ന് ആർക്കാണ് ഇഷ്ടമില്ലാത്തത്? അപ്പോൾ അങ്ങനെയാണ് എല്ലാവരുടെയും മനസ്സ്. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാവണം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ മാത്രം ഫോക്കസ് ചെയ്യരുത്, അല്ലെങ്കിൽ ഒരാളുടെ പേര് മാത്രം വിളിക്കരുത്. നമ്മൾ എന്ത് ചെയ്യുക, എല്ലാവരെയും ഒന്ന് ഓൾറൗണ്ടറായിട്ട് നമ്മളൊന്ന് കണ്ണോടിച്ച് കാണണം. അപ്പം അങ്ങനെ കാണുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു കോൺഫിഡൻസ്, അവരുടെ മുഖത്തുണ്ടാവുന്ന ഒരു അവരെല്ലാവരും നമ്മളെ നോക്കുന്നു, അവരെല്ലാവരും നമ്മളെ ശ്രദ്ധിക്കും. അല്ലെങ്കിൽ ഒരു ഭാഗത്തോട്ട് മാത്രമായെങ്കിൽ മറ്റുള്ളവർ ചിലപ്പോൾ ഉറങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെയും ബാധിക്കും, അല്ലേ? അപ്പോൾ നമ്മൾ ഐ കോണ്ടാക്ട് നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഫേസിൽ എപ്പോഴും ഒരു പുഞ്ചിരി ഉണ്ടായിരിക്കണം. നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ പുഞ്ചിരി എന്ന് പറയുന്നത് ആദ്യം വിടരുന്നത് കണ്ണിലാണ്, അല്ലെ? നമ്മുടെ കൺകളിലാണ് ആദ്യം ആ പുഞ്ചിരി വിടരുന്നത്. ആ പുഞ്ചിരിയാണ് ഏറ്റവും നല്ല കോൺഫിഡൻസ് എന്ന് പറയുന്നതും. നമ്മൾ കാണികൾക്ക് കൊടുക്കാൻ സാധിക്കുന്നത് ആ പുഞ്ചിരിയോടുകൂടിയുള്ള ഒരു ക്ലാസ് ആയിരിക്കണം. അല്ലെങ്കിൽ അവർ ആരും ശ്രദ്ധിക്കുകയൊന്നുമില്ല. നമ്മൾ വളരെ ഗൗരവപൂർവ്വം ഇങ്ങനെ മസിലൊക്കെ പിടിച്ചിട്ട് ഇരുന്ന് ക്ലാസ് എടുക്കുകയാണെങ്കിൽ ആരാപ്പം ശ്രദ്ധിക്കാൻ പോണത്, അല്ലെ? പിന്നെ നമ്മൾ എന്താ പറയുക, ആ ഒരു ചിരിക്ക് വളരെയധികം പ്രാധാന്യം. അത് വെച്ച് എന്ന് പറഞ്ഞിട്ട് പൊട്ടിച്ചിരിക്കുകയല്ല. നമ്മൾ ആവശ്യത്തിന് മാത്രമേ അങ്ങനെ ചിരിക്കേണ്ട കാര്യമുള്ളൂ. ആവശ്യത്തിന് മാത്രം, അതായത് ഒരു പുഞ്ചിരി എപ്പോഴും നമ്മുടെ കണ്ണുകളിൽ ഉണ്ടായിരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുപോലെ തന്നെ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു നിൽക്കുന്ന രീതിയാണ്. എപ്പോഴും തല ഉയർത്തി പിടിച്ചുകൊണ്ട് കോൺഫിഡൻസോട് കൂടി വേണം നിൽക്കാൻ. തല താഴ്ത്തിക്കൊണ്ടോ മറ്റെവിടെയെങ്കിലും നോക്കിക്കൊണ്ടോ ഉള്ള ക്ലാസ്സുകൾ നമ്മൾ പലപ്പോഴും അരോചകമാണ്. ആരും ശ്രദ്ധിക്കുന്നില്ല, ആർക്കും വലിയ ഇഷ്ടമില്ല, അല്ലേ? അപ്പം എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ എപ്പോഴും നോക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തല ഉയർത്തി നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം.
ശബ്ദം പോകുന്നുണ്ട്. തല ഉയർത്തിക്കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, മറ്റുള്ളവരെ നോക്കി സംസാരിക്കുക. അപ്പോൾ അത് കുറച്ചുകൂടെ ഒരു കോൺഫിഡൻസ് നമുക്കും ഹൈ ആക്കാൻ സാധിക്കും, മറ്റുള്ളവരേക്കും അത് പകർന്നു കിട്ടാനും സാധിക്കുക എന്നുള്ളതാണ്. പിന്നെ വേറൊരു വിഷയം എന്ന് പറയുന്നത് നമ്മളുടെ ഡ്രസ്സിങ് ആണ്. ഡ്രസ്സിങ് എന്ന് പറയുന്നത് പലപ്പോഴും ഇന്ന കോട്ടിടണമെന്നോ അല്ലെങ്കിൽ വലിയ ഡ്രസ്സ് വേണമെന്നോ അങ്ങനൊന്നുമില്ല. നമ്മൾക്ക് കംഫേർട്ട് ആവുന്ന ഒരു ഡ്രസ്സ്, പക്ഷെ മറ്റുള്ളവർ അയ്യേ എന്ന് പറയരുത്, അത്ര മാത്രമേ ഉള്ളൂ. അതിനൊരു രീതി, ടിപ്പിക്കൽ രീതി എന്നൊന്നും പറയുന്നത് ഇല്ല. പണ്ടൊക്കെയുള്ള ആളുകൾ പറയുന്നു കോട്ടിടണം, അത് അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എന്നൊക്കെ. അങ്ങനൊന്നും ഇല്ല കേട്ടോ, അങ്ങനൊന്നും ഇല്ല. പറയുന്ന കാര്യങ്ങളിലാണ് ഏറ്റവും പ്രാധാന്യം. നമ്മൾ ഇടുന്ന ഡ്രസ്സ് എന്ന് പറയുന്നത് നമുക്ക് കംഫർട്ടബിൾ ആവുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രാധാന്യപ്പെട്ട ഒരു കാര്യം. അത് മറ്റുള്ളവർക്ക് അയ്യേ എന്ന് പറയാതിരിക്കുക എന്നുള്ളതും രണ്ടാമത്തെ കാര്യം. ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ നമ്മുടെ സംസാര രീതിക്കനുസരിച്ചാണ് ഇരിക്കുന്നത്. അപ്പം നമ്മുടെ സംസാര രീതിയും ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതിൽ കൊളോക്കിയൽ വരാതിരിക്കാൻ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക. കാരണം നമ്മളിപ്പം ഞാൻ കോഴിക്കോടുകാരിയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുന്ന കോഴിക്കോടിലെ സ്ലാങ് ഒരു പക്ഷേ വേറൊരു ജില്ലയിൽ ചെന്ന് ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ കാണികൾ എന്ന് പറയുന്നത് പലപ്പോഴും പല ആളുകളായിരിക്കാം. അപ്പോൾ അവർക്ക് ചിലപ്പോൾ കൊളോക്കിയൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ സംസാരിക്കുമ്പോൾ മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സംസാര രീതി, ശൈലി ഉണ്ടാക്കിയെടുക്കുക. അതായത് പൊതുവിടങ്ങളിൽ സംസാരിക്കാനായിട്ട് നമുക്കൊരു രീതി ഉണ്ടാക്കിയെടുക്കാം. എന്നാൽ അത് കടിച്ചാൽ പൊട്ടാത്ത സാഹിത്യവാക്കുകളോ ഒന്നും ആവണമെന്നില്ല. നമ്മൾ സാധാരണ രീതിയിൽ പറഞ്ഞാൽ മതി, പക്ഷെ അവർക്ക് മനസ്സിലാവുകയും വേണം എന്നുള്ളത് മാത്രമേ നമുക്കതിൽ അനുശാസിക്കുന്നുള്ളൂ. അല്ലാതെ വേറൊന്നും തന്നെ അതിലില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വാച്ചുകൾ നോക്കാതിരിക്കുക. ഇടയ്ക്ക് നമുക്ക് തിരക്കുണ്ട് എന്നുള്ള ഒരു വിഷയം നമ്മളിങ്ങനെ കാണിക്കാതിരിക്കുക. നമ്മുടെ മുഖത്തൊരു ദേഷ്യം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾക്കൊരു ഇറിറ്റേഷൻ ഉണ്ട് എന്ന് നമ്മൾ കാണികൾ ആരെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ വന്നാൽ അവിടെ പോയി കിട്ടി. അപ്പം ഇതൊക്കെ നമുക്കൊരു കോൺഫിഡൻസ് നമ്മുടെ കണ്ണുകളിൽ ഉണ്ടായിരിക്കണം, കോൺഫിഡൻസ് നമ്മൾ സംസാരത്തിലുണ്ടായിരിക്കണം. അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നടക്കുന്നത് പലപ്പോഴും ഒരു സ്ഥലത്ത് നിന്ന് തന്നെ ഇങ്ങനെ സംസാരിക്കുന്നത് പലപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമാണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു കോൺഫിഡൻസ് നമുക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ കുറച്ച് സിമ്പിൾ ടിപ്സുകളാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. പക്ഷെ എന്തിനേക്കാൾ ഉപരി നമ്മുടെ ആ വിഷയത്തെക്കുറിച്ചിട്ട് നമ്മളൊന്ന് പഠിച്ചിരിക്കുകയും വേണം. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ആ വിഷയം നമ്മൾ ഒരു സ്ഥലത്ത് പോയിട്ട് സംസാരിക്കാൻ പാടുള്ളൂ. വിഷയത്തിലുള്ള കൃത്യമായ അറിവും നമ്മുടെ കോൺഫിഡൻസും ഉണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളും ഉണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു സദസ്സിന് മുമ്പിൽ നിന്ന് വിജയിക്കാൻ സാധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. കാരണം നമ്മളെ മാറ്റാൻ നമ്മൾക്ക് മാത്രമേ സാധിക്കൂ, വേറൊരാൾക്കും സാധിക്കില്ല. അപ്പോൾ നമുക്ക് തന്നെ മാത്രമേ നമുക്ക് സ്റ്റേജിൽ കയറണം, എനിക്കൊരു പാട്ട് പാടണം, എനിക്കൊന്ന് സംസാരിക്കണമെന്ന് ഏതൊരു വ്യക്തിയുടെ ഉള്ളിലുള്ള ഒരു പ്രധാനപ്പെട്ട ആഗ്രഹമാണ്. ആ ആഗ്രഹം സാധിക്കുക. അതെന്തുമായിക്കോട്ടെ. ആദ്യത്തേത് തീർച്ചയായിട്ടും ആദ്യമായി കയറുന്ന സമയത്ത് പല തെറ്റുകളും നമുക്ക് പറ്റാം. ഈ സ്റ്റേജിൽ കയറുന്നവരോ അല്ലെങ്കിൽ നല്ല മനോഹരമായിട്ട് സംസാരിക്കുന്നവരോ ഒന്നും തന്നെ ആദ്യത്തെ സ്റ്റേജിൽ മനോഹരമായിട്ട് സംസാരിച്ചവരൊന്നുമല്ല. അവരൊക്കെ പാളി ഒരുപാട് പരാജയങ്ങൾക്ക് ശേഷമാണ് ഏറ്റവും നന്നായിട്ട് സംസാരിക്കുന്ന ഒരു അറിവിലെത്തുന്നത്. ഞാനൊക്കെ ആദ്യമായിട്ട് കുറേ ക്ലാസ്സുകൾ എടുത്തുന്ന സമയത്ത് ചിലപ്പോൾ കരഞ്ഞുകൊണ്ടൊക്കെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പോന്നിട്ടുണ്ട്. എനിക്ക് വിറച്ചിട്ട് സംസാരിക്കാൻ പറ്റാത്ത അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പിന്മാറിയിട്ടില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്മാറിയിട്ടില്ല, മുന്നോട്ട് തന്നെ പോയി, മുന്നോട്ട് തന്നെ സഞ്ചരിച്ചു. ഓരോ സ്റ്റേജുകളും ഓരോ പുതിയ എക്സ്പീരിയൻസുകൾ തന്നുകൊണ്ടേയിരുന്നു. ആദ്യം നിൽക്കാൻ പഠിച്ചു, പിന്നെ സംസാരിക്കാൻ പഠിച്ചു, പിന്നെ അറിവുകൾ നേടാൻ പഠിച്ചു. അതിനുശേഷം മെല്ലെ ഓരോ പിച്ച് വെച്ച് ഞാനിപ്പോൾ ഒത്തിരി ക്ലാസ്സുകൾ എടുക്കുന്ന ഒരു വേദിയിലേക്ക് മാറിയിട്ടുണ്ട്. 1000 അല്ല 2000 അല്ല, എത്ര ആളുകളെ കണ്ടാലും നമുക്ക് യാതൊരു തരത്തിലുള്ള പകപ്പുകളോ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോ ഇല്ല. കാരണം അതിൻ്റെ പിന്നിൽ എക്സ്പീരിയൻസും കോൺഫിഡൻസും തന്നെയാണ്. ആ കോൺഫിഡൻസ് വരുന്നത് ഇങ്ങനെ തന്നെയാണ്. ആരും ഒറ്റയടിക്ക് ഒരിക്കലും വിജയിക്കുന്നില്ല. പടിപടിയായി മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ധൈര്യപൂർവ്വം നിങ്ങൾ കയറിക്കോ. ആദ്യത്തെ തോൽവികളൊന്നും ഒരു പ്രശ്നമല്ല. ആദ്യം എന്ത് സംഭവിച്ചോട്ടെ, എക്സ്പീരിയൻസ് വഴി നിങ്ങൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക തന്നെ. താങ്ക് യു സോ മച്ച്.